സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ 2 മരണം. മലപ്പുറത്തും കോഴിക്കോട്ടുമാണ് മരണമുണ്ടായത്. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും കോഴിക്കോട് പന്ന്യങ്കര സ്വദേശി വിജേഷുമാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, കേരളം ചുട്ടുപൊള്ളുകയാണ്. ക്രമാതീതമായി ചൂടുയരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ ആശങ്കയേറ്റിക്കൊണ്ടാണ് ഈ സൂര്യാഘാതമേറ്റുള്ള മരണങ്ങളുടെ വിവരം പുറത്തു വരുന്നത്. അതിലൊന്ന് ഈ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഹനീഫയുടെ മരണമാണ്. വയലിൽ ജോലി ചെയ്യുന്നതിനിടെ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. മറ്റൊന്ന് കോഴിക്കോട് പന്നിയങ്കര സ്വദേശിയായ വിജേഷിൻ്റെതാണ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്, പെയിൻറ്റിംഗ് തൊഴിലാളിയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇദ്ദേഹം തൻ്റെ ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ കൂട്ടുകാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ഈ അല്പം ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെയും മരണം സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ന് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കുമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് ക്രമാതീതമായി ഉയരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം ഈ സൂര്യാഘാതമേറ്റുള്ള മരണം വരുന്ന സാഹചര്യങ്ങളിൽ, ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ രാവിലെ ഈ 12 മണിയോടടുപ്പിച്ചുള്ള സമയങ്ങളിൽ ഈ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മലപ്പുറത്തും കോഴിക്കോട്ടുമാണ് മരണമുണ്ടായത്.